ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ റവന്യൂ സംഘത്തിന് നേരെ പ്രതിഷേധം. കടകൾ ഒഴിയാൻ കൂടുതൽ സമയം വേണമെന്നും ബലം പ്രയോഗിച്ചാൽ ചെറുക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു. പന്നിയാർപ്പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറിയ 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുക. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ പെറ്റീഷൻ്റെ നമ്പർ കളക്ടർ ഓഫീസിലും ഭൂരേഖ തഹസിൽദാരെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. ഈ ചൊവ്വാഴ്ച ഞങ്ങളുടെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ചവരെ കോടതി ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞ് കോടതി അവധി പ്രഖ്യാപിച്ചിട്ട് പിരിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ച കേസ് എടുക്കാനിരിക്കെ ഇത്രം തിടുക്കത്തിലുള്ള ഒരു നടപടി 60 വർഷക്കാലമായി ഇവിടെ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരെ ഇറക്കിവിടാനുള്ള ഇത്രം ധൃതി എന്തുകൊണ്ടാണ് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുന്നില്ല. കോടതി കഴിഞ്ഞ് ജനുവരി മാസം 17-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിനകത്ത് പറയുന്നത് തന്നെ 15 ദിവസം അല്ല 6 ആഴ്ചക്കാലം ഞങ്ങൾക്ക് സാവകാശമുണ്ട്. 6 ആഴ്ചക്കകം ഒഴിപ്പിക്കണം എന്ന നിലപാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇന്ന് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുവാണ് 25 ദിവസം. ഇനി 25 ദിവസം കിടക്കുന്ന ഈ സമയം ഇത്രയും ഗ്യാപ്പ് ഉള്ളപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര തിടുക്കപ്പെട്ട ഈ പൂപ്പാറയിൽ മാത്രം ഇത്തരം നടപടിയുമായിട്ട് വരുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എങ്ങനെ പുരോഗമിക്കുന്നു ഒഴിപ്പിക്കൽ നടപടി? നിഷാദ്, എന്തായാലും നടപടികൾ പൂർത്തീകരിക്കാൻ തന്നെയാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. സമയബന്ധിതമായി തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കും. 56 കയ്യേറ്റങ്ങളും അത് ഇന്ന് തന്നെ അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. വീടുകൾക്ക് ഒഴിയാൻ സാവകാശം നൽകും. കടകൾ പൂട്ടി സീൽ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്തുകൂടി നടക്കുകയാണ്. പല സംഘങ്ങളായി തിരിഞ്ഞ റവന്യൂ സംഘവും ഒപ്പം തന്നെ പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ നടത്തുന്നതിനിടയിലാണ് ഈ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ പ്രധാനമായ ഒരു ആവശ്യം ഈ കടകൾ ഒഴിയണമെങ്കിൽ അതിന് ഒരു 7 ദിവസത്തെ അവകാശമെങ്കിലും ചുരുങ്ങിയത് നൽകണം എന്ന് തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം നൽകാൻ റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. 6 ആഴ്ചയ്ക്കകം ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനിയും സമയം ബാക്കി നിൽക്കെ തിടുക്കപ്പെട്ട ഈ നടപടികൾ എന്തിനാണ് എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത്. എന്തായാലും ഒഴിയാൻ തയ്യാറാണ്. പക്ഷേ അതിന് ഈ കടകളിലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യാനും മറ്റ് സാവകാശവും നൽകണം. മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം സാവകാശം നൽകണം. അതിന് 7 ദിവസ സമയം എങ്കിലും മിനിമം വേണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ നൽകാൻ റവന്യൂ വകുപ്പിന് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. കടകൾ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് റവന്യൂ സംഘം നീങ്ങുന്നുണ്ട്. പക്ഷേ ആ കടകളിൽ നിന്നും ഒഴിപ്പിക്കാൻ സാധനങ്ങൾ പുറത്തേക്ക് നീക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വ്യാപാരികൾ അടക്കമുള്ള ആളുകൾ തയ്യാറല്ല. അവർ ഇപ്പോൾ ആ ഭാഗത്ത് സംഘടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് ഇത് റവന്യൂ സംഘത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുമുണ്ട്. വലിയ രീതിയിൽ പോലീസ് സന്നാഹവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നാട്ടുകാരും പോലീസും തമ്മിലുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ റവന്യൂ സംഘവുമായിട്ടുള്ള ഒരു തർക്കം, ആ ഒരു തർക്കത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. സാവകാശം വേണമെന്ന ഒരു ആവശ്യത്തിൽ നാട്ടുകാരും വ്യാപാരികളും എല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ നടപടികൾ പൂർണ്ണമായി തന്നെ പാലിക്കണം. അത് ഇന്ന് തന്നെ ഈ 56 കയ്യേറ്റങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് റവന്യൂ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നിഷാദ്.